ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. The average of 9 numbers is 30. The average of first 5 numbers is 25. And that of last 3 numbers is 35. What is the sixth number? ഇതില് ആറാമത്തെ നമ്പർ. മൊത്തം എത്ര നമ്പർ ഉണ്ട്? 9 നമ്പർ ഉണ്ട്. 9 നമ്പർ ഉണ്ട് അല്ലെ? ഇതിൽ നമുക്ക് സിക്സ്ത് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മള് ഈ ആവറേജ് കാണുന്നത് എങ്ങനെയാണ്? ഇപ്പൊ x1, x2, എക്സെട്ര xn. അതിന്റെ ആവറേജ് കാണാനുള്ള ഫോർമുല എന്താണ്? ആവറേജ് ഇസ് ഈക്വൽ ടു ഫോർമുല സിഗ്മ xi/n. ഇതാണ് ഫോർമുല. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആവറേജ് ഓഫ് 9 നമ്പേഴ്സ് ഈസ് 30. എന്താണ് തന്നിരിക്കുന്നത്? ആവറേജ് ഓഫ് 9 നമ്പേഴ്സ് ഈസ് 30 എന്ന് പറയുമ്പോൾ എത്രയാണ്? സം ഓഫ് നമുക്ക് ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് 9 നമ്പേഴ്സ് നമുക്ക് എത്ര കിട്ടും? 9 into 30 that is equal to 270 അല്ലെ? സം ഓഫ് ഫസ്റ്റ് 9 നമ്പേഴ്സ്. ആവറേജ് തന്നിരിക്കുന്നു. ആവറേജ് എന്ന് പറഞ്ഞാൽ എത്ര തന്നിരിക്കുന്നത്? ആവറേജ് ഈസ് ഈക്വൽ ടു ഇതാണ് കണ്ട. ആവറേജ് ഈസ് ഈക്വൽ ടു 30 ഈസ് ഈക്വൽ ടു സിഗ്മ xi/n. അപ്പൊ സിഗ്മ xi എന്ന് പറഞ്ഞാൽ എന്താണ്? n into 30 അല്ലേ? അപ്പൊ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. അപ്പൊ 9 into 30 equal to 270. അപ്പോ സം ഓഫ് ഫസ്റ്റ് 9 നമ്പേഴ്സ് എത്രയാണ്? 9 into 30 is equal to 270. ഫോർമുല എന്താണ്? ആവറേജ് കാണാനുള്ള ഫോർമുല സിഗ്മ xi/n. അപ്പൊ സം ഓഫ് ഫസ്റ്റ് 9 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ xi is equal to 9 into n into 30. Therefore 9 into 30. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? The average of first 5 numbers. Average of first 5 numbers എന്ന് പറഞ്ഞാൽ എന്താണ്? The sum of first 5 numbers. 5 numbers. അപ്പൊ എത്ര വരും അത്? That is equal to 5 into അല്ലെ? 5 into 25. That is equal to നമുക്ക് എത്ര കിട്ടും? 5 into 25 അല്ലെ? That is equal to 125. പിന്നെ എന്താ തന്നിരിക്കുന്നത്? That of the last 3 numbers. അപ്പൊ the sum of last 3 numbers. Sum of last 3 numbers. Numbers എത്രയാണ്? 3 into 335. That is equal to നമുക്ക് എത്ര കിട്ടും? 5 15 9 105. അപ്പൊ ഈ പ്രോബ്ലത്തിൽ നമ്മള് ആവറേജിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ സിഗ്മ x/n ആണ്. അപ്പൊ സിഗ്മ xi എന്ന് പറഞ്ഞാൽ എന്താണ്? n into average. n into average. അപ്പൊ ഫസ്റ്റ് n into average 9 into 30 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് 9 നമ്പേഴ്സ് 9 into 30 that is 270. The sum of first 5 numbers 5 into 25 is equal to 125. The sum of last 3 numbers 3 into 35 that is equal to 105. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ എന്താണ്? സിക്സ്ത് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സിക്സ്ത് നമ്പർ എത്രയാണ് കണ്ടുപിടിക്കാം. അപ്പൊ സം ഓഫ് ഫസ്റ്റ് 5 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 125 ആണ്. ലാസ്റ്റ് 3 നമ്പേഴ്സ് എന്താണ്? 105 ആണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 125 പ്ലസ് 105 നമുക്ക് എത്ര കിട്ടുമെന്ന് എനിക്ക് 10 2 3 1 2 230 അല്ലെ? അപ്പോ ആദ്യത്തെ 5 സംഖ്യകളുടെ തുക നമുക്ക് കിട്ടുന്നത് 125ഉം അവസാനത്തെ 3 സംഖ്യകളുടെ തുക കിട്ടുന്നത് എത്രയാണ്? നമുക്ക് 105 ആണ്. അപ്പൊ 230 ആണ് കിട്ടുന്നത്. 230. ഇവിടെ സം ഓഫ് ഫസ്റ്റ് 9 നമ്പേഴ്സ് എത്രയാണ്? 270 ആണ്. അപ്പൊ ഈ 270യിൽ നിന്നും നമ്മൾ എന്ത് കുറച്ചാൽ മതി? 230 കുറച്ച് കഴിയുമ്പോൾ 270 മൈനസ് 230 നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 40. അപ്പൊ നമുക്ക് സിക്സ്ത് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ സി ആണ് കിട്ടുന്നത്. 40 ആണ് ആൻസർ. കണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ ആവറേജ് എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആവറേജ് കാണാനുള്ള ഫോർമുല എന്താണ്? ആവറേജ് ഈക്വൽ സിഗ്മ xi/n. അപ്പൊ ആ ഫോർമുല ഉപയോഗിച്ച് ഫസ്റ്റ് 9 നമ്പേഴ്സിന്റെ സം നമുക്ക് കിട്ടി. 1 മുതൽ 9 വരെയുള്ള മൊത്തം 9 നമ്പറാണ്. 1 മുതൽ 9 വരെയുള്ള നമ്പറിന്റെ തുക എത്രയാണ്? 270 ആണ്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നതാണ് ആദ്യത്തെ 5 നമ്പറുകളുടെ തുക അവസാനത്തെ 3 നമ്പറുകളുടെ തുക. ആദ്യത്തെ 5 നമ്പറുകളുടെ തുക അവസാനത്തെ 3 നമ്പറുകളുടെ തുക. പിന്നെ ഇടയ്ക്ക് വരുന്ന ഏതാണ്? ഇടയ്ക്ക് വരുന്ന ആദ്യത്തെ 5 നമ്പറും അവസാനത്തെ 3 നമ്പറും. പിന്നെ ബാക്കി നമുക്ക് ഇടയ്ക്ക് വരുന്ന നമ്പർ അതാണ് ആ സിക്സ്ത് നമ്പർ. ആ സിക്സ്ത് നമ്പർ. അപ്പൊ ആദ്യത്തെ 5 നമ്പർ എന്ന് പറയുമ്പോൾ x1 x2 x3 x4 x5 അല്ലെ? x1 x2 x3 x4 x5. ഇനി അവസാനത്തെ 3 നമ്പർ ഏതാണ്? 9 കഴിഞ്ഞാൽ x9 x8 x7. കണ്ട? ഇതും കഴിഞ്ഞു. ബാക്കി ഇവിടെ ഇടയ്ക്ക് വരുന്ന നമ്പർ ഏതാണ്? x6. അപ്പൊ x7 x8 x9 അവസാനത്തെ 3 നമ്പറുകളുടെ തുക നമുക്ക് എത്ര കിട്ടി? 105 കിട്ടി.
ആദ്യത്തെ 5 നമ്പറുകളുടെ തുക എത്ര കിട്ടി? നമുക്ക് 125 കിട്ടി. ഈ 125 105 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 230 കിട്ടി. മൊത്തം സംഖ്യകളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 270. അപ്പൊ ആ 270 നിന്ന് എത്ര കുറച്ചാൽ മതി? 230 കുറച്ചാൽ നമുക്ക് അത് ആൻസർ കിട്ടും 40. അപ്പൊ 40 ആണ് നമ്മുടെ ആൻസർ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് എന്റെ ആൻസർ കേട്ടോ. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. അപ്പൊ ആവറേജിന്റെ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തത് കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കാം. അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. Next problem. Three numbers are in the ratio 3:4:6, and their product is 1944. The largest of these number is option എന്തൊക്കെയാണ്? A 6, B 12, C 18, D 24. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മൂന്ന് നമ്പർ 3 numbers are in the ratio 3:4:6, and their product is 1944. The largest of this number, ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതിന്റെ റേഷ്യോ 3:4:6 തന്നിരിക്കുന്നതുകൊണ്ട് ആ നമ്പർ let the numbers be 3x, 4x, 6x. കാരണം റേഷ്യോ നമുക്ക് 3:4:6 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈ നമ്പേഴ്സ് നമുക്ക് 3x, 4x, 6x എഴുതാം. 3x, 4x, 6x. ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അവരുടെ പ്രൊഡക്റ്റ് 1944 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ 3x into 4x into 6x is equal to 1944 അല്ലെ? 1944. അപ്പൊ നമുക്ക് നോക്കാം. 3 4 12 16 72 72x cube is equal to എത്ര കിട്ടും? നമുക്ക് 1944 എന്ന് കിട്ടും. 1944. അപ്പൊ എക്സ് ക്യൂബ് കിട്ടുന്നത് എത്രയാണ്? 1944 നമ്മൾ 72 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 72 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 27 കിട്ടും. 27. അപ്പോ എക്സ് ക്യൂബ് ഈക്വൽ 27 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നത്? എക്സിന്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടും. എക്സ് ഈസ് ഈക്വൽ 3. കാരണം 27ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര? 3 ആണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ സംഖ്യ നമുക്ക് നോക്കാം. 3x, 4x, 7x, 6x എന്നല്ല പറഞ്ഞേക്കണേ. എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുക്കുമ്പോൾ ഫസ്റ്റ് സംഖ്യ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. സെക്കൻഡ് സംഖ്യ എത്ര കിട്ടും? 4 × 3 12 കിട്ടും. അടുത്ത സംഖ്യ എത്ര കിട്ടും? 6 × 3 18 കിട്ടും അല്ലെ? അപ്പൊ നമ്മുടെ സംഖ്യകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 9, 12, 8. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എത്രയാണ്? 18 എന്നുള്ള ആൻസർ ഇതിലുണ്ടോ? ആൻസർ ഉണ്ട്. അപ്പൊ സി എന്നുള്ള ആൻസർ ആണ് ശരി. therefore C 18 എന്നുള്ള ആൻസർ കിട്ടി. നമുക്ക് x is equal to 3 കിട്ടി. ആ 3 ഉപയോഗിച്ച് നമ്മൾ ആ 3 നമ്പർ കണ്ടുപിടിച്ചു. 9, 12, 18 എന്ന് കിട്ടി. അതില് നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ലാർജസ്റ്റ് നമ്പർ ഏതാണ്? ലാർജസ്റ്റ് നമ്പർ is equal to 18. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The sum of two numbers is 40, and their difference is 4. The ratio
ratio of the numbers. Ratio കണ്ടുപിടിക്കുക. Ratio of the number is, the option എന്തൊക്കെയാണ്? 21:19, B. 22:9, C. 11:9, D. 11:18. ഇങ്ങനെ 4 ആൻസേഴ്സ് ആണ് നമുക്ക് ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏത് ആൻസർ ആണ് ശരിയെന്ന് നോക്കണം. അപ്പൊ ഇവിടെ നമുക്ക് സം ഓഫ് 2 numbers 40. അപ്പൊ നമ്മൾ ആ നമ്പറുകൾ എക്സും വൈ ആയിട്ട് എടുക്കാം. എക്സും വൈ. അപ്പൊ എക്സ് പ്ലസ് വൈ സമയം എത്ര കിട്ടും നമുക്ക്? 40. ഡിഫറൻസ് എത്രയാണെന്ന് ഇരിക്കുന്നത്? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4. രണ്ട് ഇക്വേഷൻ കിട്ടില്ലേ? ഫസ്റ്റ് ഇക്വേഷൻ 1 എന്നും സെക്കൻഡ് ഇക്വേഷൻ 2 എന്നും വിളിക്കാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2x ഇസ് ഈക്വൽ ടു 1 ഉം 2 ഉം കൂടിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എക്സും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2x കിട്ടും. വൈയും കൂട്ടുമ്പോൾ 0 കിട്ടും. 44 കിട്ടും. therefore എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നത്? 44/2. 44/2 നമുക്ക് എത്ര ആൻസർ കിട്ടും? 22 എന്ന് ആൻസർ കിട്ടും അല്ലെ? എക്സിന്റെ വാല്യൂ നമുക്ക് 22 കിട്ടും. എക്സിന്റെ വാല്യൂ 22 ആണെങ്കിൽ വൈയുടെ വാല്യൂ കിട്ടുന്നത് എങ്ങനെയാ? ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 40 മൈനസ് എക്സ്, ദാറ്റ് ഈസ് 40 മൈനസ് 22 എന്ന് വരും. 40ൽ നിന്ന് 22 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 18 എന്ന് കിട്ടും അല്ലെ? 40ൽ നിന്ന് 22 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 18. അപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 18 കിട്ടി. therefore നമ്മുടെ റേഷ്യോ എന്താണ്? റേഷ്യോ ഈസ് ഈക്വൽ ടു 22:18. 22 അല്ലെ? ഇനി നമുക്ക് ഒന്നും കൂടി അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ദാറ്റ് ഇംപ്ലൈസ് 11:9. 11:9 എന്നുള്ള ആൻസർ ഉണ്ടോ നോക്കിയേ? ആൻസർ ഉണ്ട്. ആൻസർ ഏതാണ്? ആൻസർ സി എന്ന ആൻസർ കേട്ടോ. ആൻസർ അപ്പൊ എത്രയാണ്? 11:9. ഇവിടെ നമ്മൾ ഇത്ര ഉള്ളൂ. തന്നിരിക്കുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് 2 ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ എന്നൊരു ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷൻ എക്സ് മൈനസ് വൈ എന്നൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. എക്സ് പ്ലസ് വൈ ഇസിക്കൽ 40, എക്സ് മൈനസ് വൈ ഇസിക്കൽ 4 നമുക്ക് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അവയുടെ സമ്മും പറഞ്ഞിട്ടുണ്ട്, ഡിഫറൻസും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ 2 ഇക്വേഷൻ കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും, വൈയുടെ വാല്യൂ കിട്ടും. എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 22 കിട്ടി. ആ എക്സിന്റെ വാല്യൂ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വൈ കണ്ടുപിടിച്ചു. എക്സും വൈയും കിട്ടിയപ്പോൾ നമുക്ക് 22:18 ആണ്. ഒന്നും കൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്യപ്പോൾ 11:9 കിട്ടി. അങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻ ഏതാണ് ആൻസർ കിട്ടിയത്? നമ്മുടെ ഓപ്ഷൻ സി എന്നുള്ള ആൻസർ കിട്ടി കേട്ടോ. എല്ലാവരും എഴുതിയിരിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്താ? അപ്പൊ ഇവിടെ ഇക്വേഷൻ ഫോം ചെയ്യാന്നുള്ളതാണ് പ്രോബ്ലത്തിന്റെ പ്രത്യേകത കേട്ടോ. നാലാമത്തെ പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം നാലാമത്തെ പ്രോബ്ലം ആണ്. എ ആൻഡ് ബി can do a job in 6 and 12 days respectively. They began the work together. That's A leaves after 3 days. Then the total number of days needed for the completion of the answer തന്നിരിക്കുന്ന ഓപ്ഷൻ 4, B 5, C 6, D 9. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എ ആൻഡ് ബി ക്യാൻ ഡു എ ജോബ്. ഒരു ജോബ് 6 and 12 days റെസ്പെക്റ്റീവ്ലി. അപ്പൊ എ
6 days വേണം, ബിക്ക് 12 days വേണം. എ ആൻഡ് ബി ക്യാൻ ഡു എ ജോബ് ഇൻ 6 and 12 days റെസ്പെക്റ്റീവ്ലി. എക്ക് വർക്ക് തീർക്കണി 6 ദിവസം വേണം, ബിക്ക് വർക്ക് തീർക്കണി 12 days വേണം. They began the work together. അവർ ഒരുമിച്ച് ചെയ്യാണ്. They began the work together. That A leaves after 3 days. A 3 ദിവസം കഴിയുമ്പോൾ വിട്ടുപോയി. ബാക്കിയുള്ള വർക്ക് then total number of days needed for the completion. അപ്പൊ എ പോയി കഴിഞ്ഞാൽ പിന്നെ ആ വർക്ക് തീർക്കണമെങ്കിൽ എത്ര ദിവസം കൂടി വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? എ ആൻഡ് ബി ക്യാൻ ഡു എ ജോബ് ഇൻ 6 and 12 days റെസ്പെക്റ്റീവ്ലി. അപ്പൊ എ ഈസ് ഡൂയിങ് 100% വർക്ക്. എ എന്നുള്ളത് 100% work. A is doing 100% work. 100% വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എത്ര ദിവസം വേണം? ഇൻ 6 days വേണം, അല്ലേ? പക്ഷെ എത്ര ദിവസം കഴിയുമ്പോൾ അദ്ദേഹം പോയത്? 3 ദിവസം കഴിയുമ്പോഴാണ് പോയത്. അപ്പൊ എത്ര കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹം? കംപ്ലീറ്റഡ് 50%. 50% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ? ഇനി ബിയുടെ കേസ് നോക്കാം. ബി ഈസ് ഡൂയിങ് ദ വർക്ക്. ബി ഈസ് ഡൂയിങ് 100% വർക്ക് ഇൻ 12 days. 3 ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക? കംപ്ലീറ്റഡ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 25% വർക്ക് കംപ്ലീറ്റ് ചെയ്തു. 25% വർക്ക്. രണ്ടുപേരും കൊണ്ട് ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ വിട്ടുക. 3 ദിവസം കൊണ്ട് അദ്ദേഹം ചെയ്ത വർക്ക് എത്രയാണ്? 50% ആണ്. ബി അപ്പോ ആ 3 ദിവസത്തിനുള്ളിൽ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും? 25% ആണ്. കാരണം ബിക്ക് 12 days ആണ് വർക്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ. അപ്പൊ ബി 25% കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ടോട്ടൽ അദ്ദേഹം അവർ കംപ്ലീറ്റ് ചെയ്തതാണ്. ടോട്ടൽ കംപ്ലീറ്റഡ് 75% ഓഫ് വർക്ക്. 75% ഓഫ് വർക്ക്. ബാക്കി റിമൈനിങ് എത്രയാണ്? 25% വർക്കും കൂടി ബാലൻസ് കിടപ്പുണ്ട്. അപ്പൊ ആ 25% വർക്ക് പിന്നെ ആര് ചെയ്തു തീർക്കണം? ബി ചെയ്തു തീർക്കണം, അല്ലെ? അപ്പൊ ബിക്ക് എത്ര ദിവസം വേണം? 3. He needs 3 days. 3 ദിവസം വേണം. 3 ദിവസം വേണം. അപ്പൊ ആദ്യം 3 ദിവസം കൊണ്ട് നമ്മൾ 3 ദിവസം കഴിഞ്ഞപ്പോ എ വിട്ടുപോയി. അപ്പൊ ഫസ്റ്റ് 3 ദിവസം ഉണ്ട്. 3 ദിവസം. പിന്നെ ബിക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണം? 3 ദിവസം വേണം. അപ്പോ 3 ദിവസം കൂട്ടുമ്പോൾ എത്ര വരും? 6 days. അപ്പോ ഇതിന്റെ ആൻസർ ഏതാണ്? സി ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എത്ര കിട്ടും? 6 days കിട്ടും. ഈ ഒരു പ്രോബ്ലത്തെ സംബന്ധിച്ച് എയും ബിയും ഒരു ജോബ് 6 and 12 days ആണ് തീർക്കേണ്ടത്. അപ്പൊ എക്ക് 6 days വേണം, ബിക്ക് 12 days വേണം. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ എ അവിടെ നിന്ന് വിട്ടുപോകുന്നു. അങ്ങനെ എ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോ ചെയ്തവരെ വർക്ക് എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് എക്ക് 6 days വേണം. 3 ദിവസം കൊണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം 50% വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. എ 50% വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബി ഒക്കെ ആണെങ്കിൽ 12 days വേണ്ട വർക്കാണ്. അദ്ദേഹം 3 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം 25% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി 75% വർക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എത്ര? റിമൈനിങ് 25% ആണ് വേണ്ടത്. പിന്നെ അവിടെ ആരാ ഉള്ളത്? ബി മാത്രമേ ഉള്ളൂ. എ ഓൾറെഡി വിട്ടുപോയി. ബി മാത്രമേ ഉള്ളൂ. അപ്പൊ ബിക്ക് എത്ര ദിവസം കൊണ്ട് കൊടുക്കണം? 3 ദിവസം കൊണ്ട് കൊടുക്കണം. അപ്പൊ 3 + 3 എത്ര വരും? 6 days. അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്? സി എന്നുള്ള ഓപ്ഷനാണ് ആൻസർ കേട്ടോ. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. അപ്പോ നിങ്ങൾ എല്ലാവരും ഈ പ്രോബ്ലം വളരെ മനസ്സിലാക്കി ചെയ്ത് പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് മറക്കരുത്, ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ വെരി മച്ച്.